ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ നമ്മൾ ഇന്നൊരു ട്രെയിലർ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റാരുടെയും സിനിമയല്ല, ചിയാൻ വിക്രത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ. അതിൻ്റെ പോസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അമ്മാതിരി ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ ഒരു ഫീല് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഷുവർ ഷോട്ട് ട്രെയിലർ കാണുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന ഒരു 500 അല്ലെങ്കിൽ 300-400 crore ഈ സിനിമ അടിക്കും. തങ്കളാൻ. നമുക്ക് എന്തായാലും ട്രെയിലറിലോട്ടേക്ക് കടക്കാം. 2 മണിക്കൂറായിട്ടേ ഉള്ളൂ. വ്യൂസ് ഇപ്പോൾ 5,47,000 നിൽക്കുന്നത്. നമുക്ക് നോക്കാം. പരസ്യം. என்னதான் ஓடுமா மண்ணே இருக்கிற உலகத்துல. His Excellency Mr. Clement Dore அவரு உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை செய்யறதுக்கு நம்மளை விட வேற ஆளே கிடையாது. മോനെ എമ്മാതിരി ലുക്ക് വിക്രത്തിന്റെ. ഒരു വെസ്റ്റേണിന്റെ ഒക്കെ ആ ഒരു കൈൻഡ് ഓഫ് ടൈമിലുള്ള, സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ജാങ്കോ അൺചെയിൻഡ് സിനിമ കണ്ടവർക്കറിയാം. ആ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഈ ഒരു സംഭവത്തിൽ തോന്നിയിരിക്കുന്നത്. വൺ ആയിട്ടുണ്ട്, വേറെ ലെവല്. അതുപോലെ തന്നെ ആ ഫസ്റ്റിലുള്ള ട്രൈബൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോക്കലിപ്സ് നൗ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ആ സിനിമയുടെയൊക്കെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഭയങ്കര വെറൈറ്റി. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. വിക്രം അറിയാലോ, ലെവൽ എപ്പിടി ഏത് റേഞ്ച് വരെ പോകുന്നു. അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അമ്മാതിരി രീതിയിൽ കൊണ്ടുപോകാൻ വിക്രത്തിന് പറ്റും. അമ്മാതിരി രീതിയിൽ അഭിനയിക്കും. നോക്കാം എന്തായാലും. வாழ்க்கை எல்லாம் விட்ட வெளிச்சு போயிடும். இங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாமே எடுக்கிறதுக்கு சமம். ഗെറ്റപ്പ് മേക്ക് ഓവർ കിട്ടില്ല. വണ്ണായിട്ടുണ്ട്. எல்லாம் புரியும் மாய சூனியக்காரன் யாராம்? சூனியக்காரன் இல்ல சங்கோனே, சூனியக்காரி ஆரத்தி. அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? கட்டுவோம், நான் கட்டுறேன். சாவுக்கு துணிதானுக்கு மட்டும்தான் இங்க வாழ்க்கை. ഫസ്റ്റ് ഡേ സിനിമ തിയേറ്ററിൽ നിന്ന് കാണും. അതാണ് ഈ ട്രെയിലർ കണ്ടിട്ട് പറയാനുള്ളത്. അമ്മാതിരി ലെവൽ ട്രെയിലർ. തങ്കളാൻ. കൽക്കിയുടെ ഒക്കെ ഒരു വിജയത്തിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ, ഓൾ വേൾഡ് നമ്മുടെ സിനിമകൾ ആൾക്കാർക്ക് കാണാം, എൻജോയ് ചെയ്യാൻ നല്ല രീതിയിൽ എന്നുള്ള ഒരു ലെവലിലോട്ടൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് അത്രയും വലിയ സിനിമകൾ വരെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാര്യം. സത്യം പറഞ്ഞാൽ കൽക്കിയുടെ ട്രെയിലർ കണ്ടപ്പോൾ വരെ ഞാൻ സത്യം പറഞ്ഞാൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആയിട്ടില്ല. പക്ഷെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അമ്മാതിരി ലെവലിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെവലും സംഭവങ്ങളും ഇപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ അടുത്തിറങ്ങിയ ഇന്ത്യൻ 2ന്റെ ട്രെയിലറൊന്നും കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഈ അടുത്ത് കണ്ട ട്രെയിലേഴ്സിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ്, ആൻറ്റിസിപ്പേറ്റിംഗ്, ത്രില്ലിങ്, കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതാക്കില്ലേ, വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി അത്രയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിലർ, അത്രയും കിടലിനായിട്ട് തോന്നുന്നത് അമ്മാതിരി ലെവലായിട്ടുണ്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് തോന്നുന്നത് എന്ന് തോന്നുന്നു. 57 years ആയിട്ടുള്ള ചിയാൻ വിക്രത്തിൻ്റെ എനർജി ഏത് ലെവലിലാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെയാണ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഭയങ്കരം. ഈ സിനിമ ഒരു വൻ സംഭവമാകാൻ സാധ്യതയുണ്ട്. സോ ട്രെയിലർ കണ്ടിട്ടുള്ളവർ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ഡൗൺ ബിലോ. വിൽ കം വിത്ത് അനദർ റിയാക്ഷൻ നെക്സ്റ്റ് ടൈം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം,